മച്ചാമാരെ നമ്മളിന്ന് അൺബോക്സിംഗ് കൊണ്ടുവന്നുള്ളത് ഹൈനോടെക് ജർമ്മനിയുടെ ഏറ്റവും പുതിയ മോഡലായിട്ട് വന്നിട്ടുള്ള വയർലെസ് നെക്ക് ബാൻഡ് ആണ്. അതായത് നെക്ക് ബാൻഡ് വയർലെസ് ഇയർഫോൺ H141 എന്ന മോഡലിൽ വരുന്ന ഒരു നെക്ക് ബാൻഡ് ആണ് നമ്മൾ അൺബോക്സിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതായിട്ട് നമുക്ക് അൺബോക്സിംഗ് വേണ്ടി തന്നുള്ളത് കുവൈറ്റ് സിറ്റിയിലെ 999 മൊബൈൽസ് ആണ്. ഷോപ്പിന്റെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹൈനോടെക് തന്നെ ഒരുപാട് മോഡൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കാണ് പുതിയ മോഡലായിട്ടുള്ള H141 വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാസ് മ്യൂസിക് സൂപ്പർ ക്ലിയർ മൈക്ക് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. 40 hours ആണ് മ്യൂസിക്. അത് മ്യൂസിക് കേൾക്കുമ്പോൾ 40 മണിക്കൂറൊക്കെ ചാർജ് കിട്ടുന്ന കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി തന്നെ പുറകുവശത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ വേർഷൻ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ഡിസ്റ്റൻസ് 10 to 20 മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. വർക്കിംഗ് ടൈം 40 hours കൊടുക്കുന്നത്. ചാർജിങ്ങിന്റെ ടൈം 2 മണിക്കൂറാണ് അതിന്റെ ചാർജിങ്ങിന് ഫുൾ ആവാൻ വേണ്ടി ടൈം എടുക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. വേർഷൻ, വർക്കിംഗ് ഡിസ്റ്റൻസ്, വർക്കിംഗ് ടൈം, ആ കാര്യങ്ങളൊക്കെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്കൊന്നൊരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഐറ്റം എങ്ങനെ വരുന്നുണ്ടും ഡിസൈൻ ഒക്കെ എങ്ങനെയുണ്ടെന്നും നമുക്ക് നോക്കാം. അത്യാവശ്യം പാക്കറ്റ് ഒക്കെ അത്യാവശ്യം ടൈറ്റ് ആണ് കേട്ടോ. എന്താ മോനെ. അപ്പൊ നേരെ നമ്മൾ ആ ബോക്സ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം തന്നെ ഹൈനോടെക് ജർമ്മനി വാറണ്ടി കാർഡാണ് നമുക്ക് ഇവിടെ ആദ്യം തന്നെ കാണുന്നത്. ജസ്റ്റ് നമ്മൾ മാറ്റി വെക്കാം. ഈ ഒരു ഐറ്റം നോക്കുമ്പോൾ നല്ല മഞ്ഞച്ചിങ്ങനെ നിൽക്കുക എടുക്കുകയാണ്. അതിൽ നമുക്ക് നമ്മുടെ ചാർജിങ് കേബിൾ C-ടൈപ്പ് ആണ് ചാർജിങ് കേബിൾ വരുന്നത്. കേബിൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയി ലഭിക്കുക. ചാർജറിന്റെ അഡാപ്റ്റർ ഒരിക്കലും നമുക്ക് ലഭിക്കത്തില്ല. അത് മാറ്റിവെക്കാം. പിന്നെ ഇതിൽ എക്സ്ട്രാ ബഡ്സ്, കാരണം ഇതൊരു ബഡ്സ് ടൈപ്പ് ആണ്. ഈ ബഡ്സ് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 രീതിയിലുള്ള ബഡ്സ് ആയിട്ട് 4 പീസ് ബഡ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ ഒരു പാക്കിങ്ങും കാര്യങ്ങളും കമ്പനി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒതുക്കി നല്ല രീതിയിൽ കമ്പനി അത് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തായാലും ഈ നെക്ക് ബാൻഡ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലാണ് കമ്പനി എടുക്കുന്നത്. നേരെ നമ്മൾ പുറത്തേക്ക് എടുക്കാം. നല്ല മഞ്ഞ കളറാണ്. എവിടെ നിന്ന് നമ്മൾ തോളിലൂടെ ഇട്ട് നടന്നാലും കമ്പനി ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനമാണ്. ഈ ഒരു ഭാഗം അത്യാവശ്യം ഒരു ഫ്ലെക്സിബിൾ ആയതാണ്. അത്യാവശ്യം ഒരു റൗണ്ട് സൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. മുന്നൊക്കെ വന്നിരുന്ന ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കഴുത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗമൊക്കെ വളരെ സ്ലിം ആയിട്ട് വന്നിരുന്നത്. ഇത് കുറച്ച് കട്ടിയിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഡിസൈൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് മൊത്തം 3 ബട്ടൺസ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് പവർ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിന്റെ ചാർജിങ്ങിന്റെ പോയിന്റ് വരുന്നത്. ഈ ഒരു റബ്ബർ ജസ്റ്റ് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഹൈനോടെക് ജർമ്മനി എന്ന് വളരെ വൃത്തിയിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിലെ ഒരു ഡിസൈൻ ബേസ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം വളരെയധികം കുറഞ്ഞ രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ചില ആളുകൾക്ക് നോർമലി എയർപോർട്ടൊക്കെ ചെവിയിൽ വെച്ച് പോകുന്ന സമയത്ത് നടന്നു പോകുമ്പോൾ വീണ് പോകും, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാധനം ആ ഒരു പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മളെ ചെവിയിൽ വെക്കുന്ന ഈ ഒരു ബഡ്സിന്റെ ഭാഗമാണെങ്കിലും അത്യാവശ്യം മാഗ്നറ്റിക് പവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ബഡ്സ് ഒക്കെ അത്യാവശ്യം ചെവിയിൽ ഒതുങ്ങിയിരിക്കുന്ന, അതായത് ചെവിയുടെ ഉള്ളിലേക്ക് കയറി ഇരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ കമ്പനി ചെയ്തിട്ടുള്ളത്. മാഗ്നറ്റിക് പവർ ഉണ്ട്. നമ്മളെ കഴുത്തിലൂടെ ഒക്കെ ഇത് ഇട്ട് വെച്ച സമയത്ത് താഴെ നമുക്ക് സമയത്ത് നമ്മളെ നെഞ്ചോട് ചേർന്ന് ഇതിങ്ങനെ ഒട്ടിയിരിക്കും. അത് അത്യാവശ്യം നല്ല കണ്ടില്ലേ, ഈ ഒരു പവർ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു പവർ തന്നെ ഈ ഒരു മാഗ്നറ്റിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം നമുക്ക് ഫോണുമായി കണക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഈ കാണുന്ന ഒരു പവർ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് റെഡും അതുപോലെ ബ്ലൂ ആയിട്ട് ലൈറ്റ് നമുക്ക് അവിടെ മിന്നി തെളിയും. അതിനുശേഷം ഏത് ഫോണിലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ആ ഫോണിൽ ജസ്റ്റ് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ആ ഒരു ഹൈനോടെക് H141 എന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക, 2 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു ഐറ്റം നമുക്കിവിടെ H141 കണക്റ്റഡ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഐറ്റം നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ പക്ക ലെവലായിട്ട് നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായും ഒരു നെക്ക് ബാൻഡ്, പുതിയ രീതിയിൽ നെക്ക് ബാൻഡ് ഒരു വെറൈറ്റി ഡിസൈനിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈനോടെക് ജർമ്മനിയുടെ H141 ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ്. വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് ഒന്നും ഈ ഐറ്റത്തില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വാങ്ങാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ തീർച്ചയായും നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു അൺബോക്സ് വീഡിയോ ആണ് ഗൈസ്. എല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.